ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും ക്ഷേമത്തിനും നമുക്ക് ലഭ്യമായ ഏറ്റവും ലളിതവും ആസ്വാദ്യകരവുമായ പ്രതിവിധികളിൽ ഒന്നാണ് ചിരി. എന്നാൽ നമ്മൾ പലപ്പോഴും അത് അവഗണിക്കുകയാണ് ചെയ്യുക. ചിരിയാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന ചൊല്ല് കേട്ടിരിക്കുമല്ലോ. നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിൽ ചിരി എന്ന ഔഷധം സൃഷ്ടിച്ചിട്ടുള്ള അവിശ്വസനീയമായ നേട്ടങ്ങളെപ്പറ്റി നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിരിമുറുക്കം കുറയ്ക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് മുതൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സാമൂഹിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വരെ ചിരിക്ക് കഴിയുമെന്നത് അത്ഭുതമുളവാക്കുന്ന വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ചിരി എന്ന് നമുക്ക് പറയാം. ചിരി നാച്ചുറൽ സ്ട്രെസ് ബസ്റ്റർ ആണ്. നമുക്ക് വിശ്രമം നൽകാനും ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനും ചിരി സഹായിക്കുന്നു. ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരം എൻഡോർഫിനുകൾ പുറപ്പെടുവിക്കുകയും ഈ ഫീൽ ഗുഡ് ഹോർമോണുകൾ നമ്മുടെ മാനസികാവസ്ഥയെ ഉയർത്തുകയും മൊത്തത്തിൽ ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. കോർട്ടിസോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉയരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. നമ്മുടെ ദിനചര്യകളിൽ ചിരി ഉൾപ്പെടുത്തുന്നതിലൂടെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. ചിരി പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിരി ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ കോശങ്ങളെ സജീവമാക്കുകയും അത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള കഴിവ് ആർജിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പതിവായുള്ള ചിരി മെച്ചപ്പെട്ട രോഗപ്രതിരോധ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജലദോഷം, പനി തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത അത് കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ അടുത്ത തവണ തൊണ്ടയിൽ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ഒരു തമാശ വീഡിയോ കാണാനോ സുഹൃത്തുമായി തമാശ പങ്കിടാനോ മടിക്കരുത്. ഹൃദയ സംബന്ധമായ ആരോഗ്യം ചിരി ഹൃദയത്തിനുള്ള ഒരു വ്യായാമം പോലെയാണ്. ചിരിക്കുമ്പോൾ ശാരീരിക വ്യായാമത്തിൻ്റെ ഫലത്തിന് സമാനമായ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു. ഹൃദയപ്രവർത്തനത്തിലെ ഈ കുതിച്ചുചാട്ടം രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും രക്തക്കുഴലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഹൃദയ സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥിരമായി ചിരിക്കുന്നതിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഹൃദ്രോഗം, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറവാണെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ചിരി ഉപയോഗപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിനും ഹൃദയക്ഷേമത്തിനും വളരെ നല്ലതാണ്. ചിരി നമ്മുടെ മാനസികാരോഗ്യത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രകൃതിദത്തമായ ആൻറ്റി ഡിപ്രസൻ്റായും ഉത്കണ്ഠാശമനിയായും പ്രവർത്തിക്കുന്നു. ചിരി ന്യൂറോ ട്രാൻസ്മിറ്ററായ സെറോട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു. മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ അവസ്ഥ കാരണമാകുന്നു. പതിവായുള്ള ചിരി വിഷാദരോഗ ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും മൊത്തത്തിലുള്ള വൈകാരിക ക്ഷേമം വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൂടാതെ ചിരി ശരീരത്തിൽ ഡോപാമിനിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ആനന്ദബോധം സൃഷ്ടിക്കുകയും പ്രചോദനവും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രധാന ഉപകരണമാണ് ചിരി. മറ്റുള്ളവരുമായി ഒരു ചിരി പങ്കിടുന്നത് ബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെയും ബോധം വളർത്തുന്നു. സാമൂഹ്യ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും വികാരങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ചിരി ഒരു സാർവത്രിക ഭാഷയായി പ്രവർത്തിക്കുന്നു. തടസ്സങ്ങൾ തകർക്കുകയും വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുകയും അതുവഴി ചെയ്യാം. ഇത് പോസിറ്റീവും ഉയർച്ച നൽകുന്നതുമായ അന്തരീക്ഷം ഒരുക്കും. ഒപ്പം ചിരി നമ്മുടെ സാമൂഹിക ഇടപെടലുകൾ മെച്ചപ്പെടുത്തും. സമ്മർദ്ദവും വെല്ലുവിളികളും പലപ്പോഴും ആധിപത്യം പുലർത്തുന്ന ഈ ലോകത്ത് ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമായി ചിരി നിലകൊള്ളുന്നു. സമ്മർദ്ദം കുറയ്ക്കൽ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ മുതൽ ഹൃദയ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്തൽ, മാനസിക ക്ഷേമം എന്നിവയൊക്കെ ഇതിൻ്റെ ഗുണങ്ങളിൽ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിരി ഉൾപ്പെടുത്തുന്നതിലൂടെ ഒരു തമാശ സിനിമയിലൂടെയോ ഒരു നല്ല തമാശ കേൾക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നതിലൂടെയോ മെച്ചപ്പെട്ട ആരോഗ്യത്തിലേക്കും സന്തോഷകരമായ ജീവിതത്തിലേക്കും നമുക്കൊരു യാത്ര ആരംഭിക്കാം. ഒരിക്കൽ വിക്ടർ ജോർജ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അത് ഇങ്ങനെയാണ്: ചിരി രണ്ട് ആളുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ്.